എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഗുരുജി ഫ്രം ട്രേഡിംഗ് ഇമോഷൻ ചാനൽ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മൈ ഇൻട്രാഡേ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ എവിടെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇന്ന് മാർക്കറ്റ് എക്സ്പയറി ആണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്ക്രിപ്റ്റിൽ, അതായത് ഇന്ന് എക്സ്പയറി ആകുന്ന സ്ക്രിപ്റ്റിൽ എൻ്റർ ആകാതിരിക്കുന്നതാണ് നല്ലത്. നിറച്ച ആൾക്കാർ എന്ത് ചെയ്യുക വെച്ചാൽ ഇന്ന് വില കുറഞ്ഞ് ഒരു സി വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു പി വാങ്ങിക്കാൻ പറ്റും നമുക്ക് എന്ന് വിചാരിച്ച് ആ വില കുറവിൽ തന്നെ നിറച്ച് ലോട്ട് വാങ്ങിച്ച് നഷ്ടം ഏർപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇമോഷൻ കൺട്രോൾ ചെയ്യേണ്ട വളരെ വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഓപ്പൺ ആയാൽ എങ്ങനെയാണ്. ഇന്നലെ നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഇന്നലത്തെ ആ ഒരു റിവേഴ്സൽ ക്ലോസിന് ശേഷം, ഇവിടുത്തെ റിവേഴ്സൽ ക്ലോസിന് ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ് ഇന്നലെ തന്നത്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഏരിയയുടെ ഇവിടെ ഓപ്പണായി ഈ ലെവൽ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഈ 390 എന്നൊക്കെ പറഞ്ഞ ഒരു ലെവൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഇന്നലെ സപ്പോർട്ട് എടുക്കുന്നതായിട്ടും എക്സാക്ട്ലി ഈ ഒരു 3 അനോമാലി ഇന്നലെ മാർക്കറ്റ് ക്ലിയർ ചെയ്യുകയും ഉണ്ടായി. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ നമുക്ക് കിട്ടുന്ന വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യം. കാരണം വെച്ചാൽ ഇപ്പം ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം ആൾക്കാർ കൂടുതൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനാണ് കൂടുതൽ നോക്കുന്നത്. കാരണം വെച്ചാൽ മാർക്കറ്റ് നല്ല വീണു, ഇന്നലെ റിവേഴ്സൽ ആയതിനു ശേഷവും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും തോറും ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കാറുള്ളത്. പക്ഷേ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഈ ഏരിയയിൽ നിന്ന് നമ്മൾ റിവേഴ്സൽ തിരിച്ച് ഈ ടെറിട്ടറി നമ്മൾ നോക്കും എന്ന് പറഞ്ഞിരുന്നു. 19,500 ഒരു സൈക്കോളജിക്കൽ ലെവലാണ് എന്ന് പറഞ്ഞിരുന്നു. അതും ഇന്നലെ അതേപോലെ ചെയ്യുകയുണ്ടായി. സോ ഇതിൻ്റെ ക്രെഡിറ്റ് ഇത് നമ്മൾ എടുക്കുന്നില്ല, നിഫ്റ്റിക്കാണ് കൊടുക്കുന്നത്. കാരണം നിഫ്റ്റി തരുന്ന ഇൻഫർമേഷനാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ യുണീക്കാണ്. കാരണം വെച്ചാൽ മാർക്കറ്റ് പ്രൊഫൈലിലാണ് നമ്മൾ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. മറ്റ് എല്ലാ സക്സസും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ചേർന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കാം നമുക്ക് ഇന്ന് എന്താണ്. ഇന്നലെ ഒരു മാർക്കറ്റ് ഇന്നലെ ഇൻസൈഡ് വാല്യൂ ഏരിയയിൽ ഓപ്പൺ ആവുകയും ഇന്നലെ ഇൻസൈഡ് ഡേ ആവുകയുമാണ് ഇന്നലെ നമ്മളെ കാണാൻ പറ്റിയത്. സോ ഇന്ന് എന്താണ് നമുക്ക് എക്സ്പയറി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ലെവലാണ്. 19,380 മുതൽ 430 വരെ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ മാർക്കറ്റ് ഓപ്പൺ എവിടെയെങ്കിലും ആകുന്നു എന്ന് വിചാരിച്ചോളൂ. അതായത് 19,380 മുതൽ 19,000, ഇത് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ വരച്ചിടണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 19,430. ഓക്കെ, ഈ ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുന്നു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുള്ളത് കാണുക. കാരണം വെച്ചാൽ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഷോർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 380 അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പുവർ ലോ ആണ്. ഇതിനകത്ത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതൊരു പുവർ ലോ ആണ്. നമുക്ക് 380 നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ 380 കിട്ടിയാൽ താഴെ ഒരു 280, 19,280 ടാർഗറ്റ് വെച്ചുകൊണ്ട് താഴോട്ട് നോക്കാവുന്നതാണ്. പക്ഷേ ഇത് വാല്യൂ ഏരിയ ഓവർലാപ്പിംഗ് ആയതുകൊണ്ടും മാർക്കറ്റ് വോളിയൂംസൊക്കെ മുകളിലോട്ടാണ് എന്നുള്ളതുകൊണ്ടും ഇവിടെ ഒന്നും വലിയ വോളിയൂംസ് ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ടും നമുക്ക് PPOC ബാക്ക് ടു ബാക്ക് PPOC ഉള്ളതുകൊണ്ട് PPOC ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് 19,430 മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടെങ്കിൽ, ഒരു അക്സെപ്റ്റൻസ് തന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് ഈ PPOC ആണ്, പ്രോമിനൻറ്റ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ആണ്. അത് 19,520, 515-520 ആണ് നമുക്ക് ആദ്യത്തെ ടാർഗറ്റ്. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു അക്സെപ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ PPOC ഇന്ന് തന്നെ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മുകളിലോട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ തന്നെയാണ് ഒരു ഗ്യാപ്പ് അപ്പായി ഇവിടെ തന്നെയാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ടെസ്റ്റ് ഡ്രൈവ് പോലെ, അതായത് ഓപ്പൺ എബോവ് റേഞ്ച് ആണെങ്കിൽ, ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലാണെങ്കിൽ നല്ല ഗ്യാപ്പ് അപ്പാണ്. അപ്പം 2 ദിവസത്തെ ഹൈൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ടെസ്റ്റ് ആൻഡ് ഡ്രൈവ്, അങ്ങനെ നിങ്ങൾക്കൊരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ ഓപ്പൺ ഡ്രൈവും നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കാവുന്നതാണ്. അപ്പം കൂടുതൽ
പ്രോബബിലിറ്റി നമ്മൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത് മുകളിലോട്ട് തന്നെയാണ്, താഴോട്ടല്ല, മുകളിലോട്ട് തന്നെയാണ്. സോ നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇന്ന് ബാങ്ക് നിഫ്റ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല, കാരണം സമയക്കുറവ് കാരണം ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളെടുത്ത ട്രേഡിനെ കുറിച്ചും ഒക്കെ ഡിസ്കഷൻ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചറിയിക്കുക. നമ്മൾ പറ്റുന്ന മറുപടികൾ, അറിയാവുന്ന മറുപടികൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് യെസ്, താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.